പാരിസ്ഥിതിക പ്രശ്നമായ പ്ലാസ്റ്റിക്കിന്റെ കുമിഞ്ഞുകൂടൽ ഒഴിവാക്കാൻ സർക്കാർ കൊണ്ടുവന്ന നിയമത്തിന് വിലയില്ലാതായി. നിയമം കൊണ്ട് നിരോധിച്ച പ്ലാസ്റ്റിക് സഞ്ചികൾ നാടെങ്ങും ഇപ്പോഴും വ്യാപകമായി വിറ്റഴിക്കുന്നു. മാനവരാശി നേരിടുന്ന അതീവ ഗുരുതര പാരിസ്ഥിതിക പ്രശ്നമായ പ്ലാസ്റ്റിക്കിന്റെ കുമിഞ്ഞുകൂടൽ ഒഴിവാക്കാൻ സർക്കാർ കൊണ്ടുവന്ന നിയമത്തിന് വിലയില്ലാതായി. നിയമം കൊണ്ട് നിരോധിച്ച പ്ലാസ്റ്റിക് സഞ്ചികളും കവറുകളും നാടെങ്ങും വ്യാപകമായി വിറ്റഴിക്കപ്പെടുകയാണ്. നിയമമാണ് കാറ്റിൽ പറത്തുന്നതെന്നറിയാതെയും അറിഞ്ഞുകൊണ്ടും പൊതുജനം ഇത് വാങ്ങി ഉപയോഗിക്കുന്നുമുണ്ട്. സാധനങ്ങൾ വാങ്ങുന്നവർക്ക് കടകളിൽ നിന്ന് പ്ലാസ്റ്റിക് കവറുകളും സഞ്ചികളും സൗജന്യമായി നൽകാനും ഇത്തരം പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ വില കുറച്ച് വിൽക്കാനും പാടില്ലെന്ന് ഇക്കഴിഞ്ഞ ഏപ്രിൽ 1 മുതലാണ് സർക്കാർ ഉത്തരവിറക്കിയത്. 2012 ജനുവരി 18 ഗവർണർ ഇറക്കിയ ഓർഡിനൻസിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച ഉത്തരവ് പക്ഷേ 4 മാസം പിന്നിട്ടിട്ടും ഒരിടത്തും പാലിക്കപ്പെടുന്നില്ല. ബന്ധപ്പെട്ട നഗരസഭകളിലെയും കോർപ്പറേഷനുകളിലെയും സെക്രട്ടറിമാർക്കാണ് പ്ലാസ്റ്റിക് നിരോധന ഉത്തരവ് നടപ്പാക്കാനുള്ള അധികാരം. കട്ടികുറഞ്ഞ പ്ലാസ്റ്റിക് കവറുകൾ ഒരിടത്തും വിൽക്കാൻ അനുവദിക്കരുതെന്നാണ് വിലക്ക്. മാത്രമല്ല 30 മൈക്രോണിൽ കൂടുതലുള്ള പ്ലാസ്റ്റിക് കവറുകൾക്ക് ഉദ്യോഗസ്ഥർ നിശ്ചിത വിൽപ്പന വിലയും തീരുമാനിക്കണമെന്ന് ഉത്തരവിൽ വ്യവസ്ഥയുമുണ്ട്. ഈ വിലയിൽ കുറഞ്ഞ സഞ്ചികൾ വിൽക്കുന്നില്ലെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ ഉറപ്പാക്കണം. ഇതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവുമെന്നും സർക്കാർ ഉത്തരവിൽ വ്യവസ്ഥയുണ്ട്. ഉത്തരവ് നടപ്പാക്കുന്നതായി വരുത്താൻ പട്ടണങ്ങളിലെ ഏതാനും കടകളിൽ പരിശോധന നടത്തി കണ്ണിൽ പൊടിയിട്ടതല്ലാതെ കുറ്റമറ്റ നടപടികൾ ഒരിടത്തുമുണ്ടായില്ല. നിരോധിക്കപ്പെട്ട പ്ലാസ്റ്റിക് കവറുകളും സഞ്ചികളുമായി ആളുകൾ ഇപ്പോഴും ഉദ്യോഗസ്ഥരുടെ കൺവെട്ടത്തുകൂടെയും കവാത്ത് തുടരുകയാണ്. നഗരങ്ങളിലെ മിക്ക കടകളിലും ഇത് കുറഞ്ഞ വിലയിൽ വിൽക്കുന്നുമുണ്ട്. മത്സ്യമാർക്കറ്റിലും പരിസരങ്ങളിലുമാണ് ഇത് കൂടുതലായി ഉള്ളത്.